അലൈക്കും. എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സിലെ പുതിയൊരു എപ്പിസോഡാണ്. പുതിയൊരു പ്രധാനപ്പെട്ട എപ്പിസോഡിലേക്കാണ് നമ്മൾ പോകുന്നത്. ഡബിൾ ഇൻക്ലിനേഷൻ ഓഫ് ലൈൻസ്. അതിനു മുമ്പായിട്ട് ഇതുവരെ ക്ലാസ്സസ് ഒന്നും കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും പഴയ ക്ലാസ്സുകളെല്ലാം കാണുക. അതിന്റെ ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. പ്രീവിയസ് എപ്പിസോഡ്സ് എല്ലാം കണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം ഇന്നത്തെ സെഷനിലേക്ക് പോകാനായിട്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സെഷനാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് ബിഗിൻ. നമ്മൾ സിംഗിൾ ഇൻക്ലിനേഷൻ ആണ് ഇതുവരെ പഠിച്ചിട്ടുള്ളത് അല്ലേ? സിംഗിൾ ഇൻക്ലിനേഷൻ എങ്ങനെയായിരുന്നു? ഒന്നുകിൽ അത് എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിരിക്കും, അതല്ലെങ്കിൽ വി പിക്ക് ഇൻക്ലൈൻഡ് ആയിരിക്കും. അപ്പം ഏതിനാണോ ഇൻക്ലിനേഷൻ വന്നിട്ടുണ്ടായിരുന്നത് അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്ലെയിനിൽ അത് പാരലൽ ആയിരിക്കും. അങ്ങനെ സിംഗിൾ ഇൻക്ലിനേഷൻ ആണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. പക്ഷെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡബിൾ ഇൻക്ലിനേഷൻ ആണ്. അപ്പൊ ഡബിൾ ഇൻക്ലിനേഷൻ എന്ന് പറഞ്ഞാൽ എച്ച് പിക്കും ഇൻക്ലൈൻഡ് ആണ്, ബി പിക്കും ഇൻക്ലൈൻഡ് ആണ്. ഇങ്ങനെ ഒരു കേസ് വരികയാണെങ്കിലോ, കാണുന്നുണ്ടോ? ഇതിപ്പോ എന്താണ്? ഇങ്ങനെയാണെങ്കിൽ ബി പിക്ക് ഇൻക്ലൈൻഡ് ആണ്, എച്ച് പിക്ക് പാരലാണ്. അതേസമയം ഇങ്ങനെ വി പിക്കും ഇൻക്ലൈൻഡ് ആയി, എച്ച് പിക്കും ഇൻക്ലൈൻഡ് ആയി. കണ്ടില്ലേ? നമ്മൾ അത് പ്രൊജക്ട് ചെയ്ത് എത്തുമ്പോൾ രണ്ട് പോയിന്റും അറ്റാച്ച് ആവുന്നുണ്ടോ പ്ലെയിനിൽ? ഇല്ല. നമ്മൾ പ്രൊജക്ട് ചെയ്ത് എത്തുമ്പോൾ ഒരു പോയിന്റ് മാത്രമേ പ്ലെയിനിലുള്ളൂ, ബാക്കി ഒരു പോയിന്റ് വെളിയിലാണ്. അതുപോലെ തന്നെ നമ്മൾ താഴെ എച്ച് പിയിൽ അറ്റാച്ച് ചെയ്യുമ്പോഴും ഒരു പോയിന്റ് മാത്രമേ എച്ച് പിയിലുള്ളൂ, ഒരു പോയിന്റ് മുകളിലാണ്. അതായത് രണ്ട് പ്ലെയിൻ സർഫസിലും ഇതെന്താണ്? ഇൻക്ലൈൻഡ് ആണ്. അപ്പൊ നമ്മൾ ഇത് എങ്ങനെ വരയ്ക്കും? അപ്പൊ ആദ്യം നമ്മൾ പഠിച്ചിരുന്നത് സിംഗിൾ ഇൻക്ലിനേഷൻ ആണ്. സിംഗിൾ ഇൻക്ലിനേഷന്റെ കോൺസെപ്റ്റ് മാത്രം മതി നമുക്ക് ഡബിൾ ഇൻക്ലിനേഷൻ വരയ്ക്കാനായിട്ട്. അപ്പൊ സിംഗിൾ ഇൻക്ലിനേഷൻ എങ്ങനെയായിരുന്നു? ഒരെണ്ണം ഇൻക്ലൈൻഡ് ആയിരിക്കുന്ന സമയത്ത് മറ്റത് പാരലാക്കും. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്നതും അത് തന്നെ. ഇങ്ങനെ ഇരിക്കുന്ന ഒരു ലൈൻ, ഇങ്ങനെ ഇരിക്കുന്ന ലൈൻ എന്താണ്? ഇവിടെ ഇൻക്ലൈൻഡ് ആണ്, ഇവിടെ ഇൻക്ലൈൻഡ്. ഞാൻ അതിനെ കറക്കി, അതായത് ലൈനിനെ ഞാൻ റൊട്ടേറ്റ് ചെയ്ത് ഒരിടത്ത് ഇൻക്ലൈൻഡ് ആക്കും. അതായത് എച്ച് പിക്ക് മാത്രം ഫസ്റ്റ് ഞാൻ ഇൻക്ലൈൻഡ് ആക്കിയിട്ട് ബി പിക്ക് ഞാൻ അതിനെ പാരലാക്കുവാണ്. കണ്ടോ? ഞാൻ ഇൻക്ലിനേഷനിൽ ഒരിടത്ത് മാത്രമാണ് ഇങ്ങനെ വി പിക്ക് ഉണ്ടായിരുന്ന ഇൻക്ലിനേഷൻ മാത്രം മാറ്റി ബി പിക്ക് അത് പാരലാക്കി എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആക്കുവാണ് ഞാൻ. എന്നിട്ട് ഞാൻ പടം വരയ്ക്കും. മനസ്സിലാവുന്നുണ്ടോ? അതായത് സിംഗിൾ ഇൻക്ലൈൻഡ് പോലെ രണ്ടെണ്ണം ഞാൻ വരയ്ക്കും. എച്ച് പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ടും വരയ്ക്കും, ബി പിക്ക് ഇൻക്ലൈൻഡ് ആയിട്ട് വരയ്ക്കും. അങ്ങനെ സെപ്പറേറ്റ് രണ്ട് പടം വരച്ചിട്ട് അത് രണ്ടും മിക്സപ്പ് ചെയ്താണ് നമ്മുടെ തേർഡ് ഡയഗ്രാം വരുന്നത്. തേർഡ് ഡയഗ്രാമിലാണ് ഫൈനൽ റിസൾട്ട് ഓഫ് ദി ഡബിൾ ഇൻക്ലിനേഷൻ ലൈൻ വരുന്നത്. ക്ലിയർ ആണോ? അപ്പോൾ നമുക്ക് ആദ്യം എച്ച് പിയുടെ ഇൻക്ലിനേഷൻ എങ്ങനെയാണെന്ന് നോക്കാം, വി പിയുടെ ഇൻക്ലിനേഷൻ മാത്രം എങ്ങനെയാണെന്ന് നോക്കാം, അതിനുശേഷം രണ്ടും കൂടെ മിക്സപ്പ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ സിംഗിൾ ആയിട്ടുള്ളത് പഠിച്ചതാണ്. ഇത് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് രണ്ടിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? അപ്പം ശരിക്കും നിങ്ങൾ ഇതിങ്ങനെയാണ് വരുന്നത് അല്ലേ? രണ്ടിനും ഇൻക്ലൈൻഡ് ആക്കുന്നു. ഓക്കെ, അതായത് ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇൻക്ലിനേഷൻ ആണ്, ഇവിടെ അറ്റാച്ച് ചെയ്താലും ഇവിടെ ഇൻക്ലിനേഷൻ ആണ്. അപ്പൊ ഏത് പോയിന്റ് ആണ് ഇംഗ്ലീഷ്? ഞാൻ ശ്രദ്ധിച്ചു നോക്കി, ഈ ലൈനിൽ ഞാൻ എ ആണ് താഴെയും ബി മുകളിലുമാണ് വെച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെ വേണമെങ്കിൽ വെക്കാം, പ്രശ്നമില്ല. ഞാൻ ഇപ്പൊ ജസ്റ്റ് ഒരു ലൈന് എ പോയിന്റ് താഴെയും ബി പോയിന്റ് മുകളിലാണ് വെച്ചിരുന്നത്. അപ്പൊ ഞാൻ എന്താ നേരത്തെ പറഞ്ഞത്? ഏതെങ്കിലും ഒരു പ്ലെയിനിലോട്ട് ഈ ലൈനെ നമ്മൾ പാരലാക്കിയിട്ടേ നമുക്ക് വരയ്ക്കാൻ പറ്റൂ. സിംഗിൾ ആയിട്ട് ഇൻക്ലിനേഷൻ കോൺസെപ്റ്റിലോട്ട് കൊണ്ടുവരണം ആദ്യം. അപ്പൊ ഇതിന് ഞാൻ എന്താ ചെയ്തത്? വി പിക്ക് പാരലാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുവാണ്. ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങോട്ട് റൊട്ടേറ്റ് ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ എങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും അത് വി പിക്ക് അത് പാരലാവണം. ബി പിക്ക് പാരലായി എച്ച് പിക്ക് മാത്രം ഇൻക്ലിനേഷൻ ആയിട്ട് മാറണം. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? എച്ച് പിക്ക് മാത്രം ഇൻക്ലിനേഷൻ. അപ്പൊ നമുക്ക് ഫ്രണ്ട് വ്യൂല് ഇൻക്ലൈൻഡ് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഇൻക്ലിനേഷൻ ഈ എച്ച് പിയിലോട്ട് മാറ്റുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? ഞാൻ മാറ്റുന്നത് ആരെയാണ്? ഈ ബിനെയാണ് ചേഞ്ച് ചെയ്യുന്നത്. എ അവിടെ തന്നെ ഉണ്ട്, ശ്രദ്ധിച്ചോ? ഇങ്ങനെ ഇരിക്കുന്നതിൽ ബിയുടെ പൊസിഷനാണ് മാറിയത്. എയുടെ പൊസിഷൻ എന്തെങ്കിലും മാറിയോ? എയുടെ പൊസിഷൻ മാറുന്നില്ല, എ അവിടെ തന്നെയാണ്. ക്ലിയർ ആണ്? അതുകൊണ്ട് എക്ക് മാത്രം എന്ത് വരുന്നില്ല, ഡിഫറെന്റ് പൊസിഷൻസ് അല്ല, ഒറ്റ പൊസിഷൻ നിന്നാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇവിടെ മാറുന്നത് ബി ആണ്. ചില കേസസിൽ അങ്ങനെ, ചില കേസസിൽ നമുക്ക് എ മാറ്റേണ്ടി വരാം. ഓക്കെ, അപ്പൊ ഇപ്പൊ നമ്മൾ ഒരു ബേസിക് ആയിട്ട് പഠിക്കുമ്പോൾ നമ്മൾ എ അവിടെ ഫിക്സഡ് ആക്കി വെച്ചുകൊണ്ട് ബിക്കാണ് ചേഞ്ചസ് വരുന്നത്. അപ്പൊ ബിക്ക് ചേഞ്ചസ് വരുന്ന അനുസരിച്ച് നമുക്ക് ബിക്ക് കൊടുക്കുന്ന പേരിന് വ്യത്യാസം വരും. നമ്മൾ B1, B2, B3 ഇങ്ങനെയൊക്കെ പോകും. അവസാനം ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ എന്തായിരിക്കും? A' B',
എ ബി അങ്ങനെ ആയിരിക്കണം നമ്മൾ റെപ്രസെന്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന എല്ലാം, അതായത് ഫ്രണ്ട് വ്യൂവിലും ടോപ്പ് വ്യൂയിലോട്ട് എത്തുന്നതിന് മുമ്പേ നമ്മൾ എടുക്കുന്ന അസംഷൻസ് എല്ലാം നമ്മൾ കൊടുക്കുന്ന പേര് എങ്ങനെ ആയിരിക്കണം, 1 2 3 ഇട്ടായിരിക്കണം അതിനെ റെപ്രസെന്റ് ചെയ്യേണ്ടത്. B1 B2 B3 അങ്ങനെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് കൊടുക്കാം, കുഴപ്പമില്ല. പിന്നെ ഇതിനുള്ള ഒരു പ്രത്യേകത വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, നിങ്ങൾക്കറിയാം ഇവിടെ B' ആണെങ്കിൽ ഇവിടെ B ആയിരിക്കും, ഇവിടെ A' ആണെങ്കിൽ A ആയിരിക്കും. അതായത് ഒരു പ്രൊജക്ടർ എന്ന് പറയുന്നതിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ഒരേ പേര് തന്നെ അവരെടുക്കും അല്ലെ, പേര് സെയിം ആയിരിക്കും, ഉള്ളി ഡാഷിനാണ് റെപ്രസെന്റേഷൻ വ്യത്യാസം വരുന്നത്. ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇവിടെ ഇതിൽ നോക്കണ്ട, ഇത് നമ്മൾ ഡബിൾ ഇംഗ്ലീഷ് വരച്ചില്ല, ഞാനൊരു പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് വെക്കണം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ C ആണ് കൊടുക്കുന്നത്, C' ആണെങ്കിൽ അതിന്റെ പ്രൊജക്ടർ ആയിട്ടുള്ള ടോപ്പ് വ്യൂ എങ്ങനെയായിരിക്കും, C ആയിരിക്കും. ഞാനിവിടെ കൊടുക്കുന്നത് S ആണെങ്കിലോ ഇവിടെ S ആയിരിക്കും. അതുപോലെ തന്നെ ഞാനിവിടെ S1 എന്നൊരു പേരാണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ എന്തായിരിക്കും, S1 തന്നെ ആയിരിക്കും. ഇത് S1' ഇത് S1, അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ ഇങ്ങനെ ഞാനൊരു K2' കൊടുത്താൽ ഇത് K2 ആയിരിക്കും. അതായത് നമ്മൾ ഏതിന്റെ റെപ്രസെന്റേഷൻ ആണോ ഫ്രണ്ട് വ്യൂവിൽ കൊടുക്കുന്നത് അതിന്റെ തന്നെ ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് K2 എന്നായിരിക്കും. ഒരിക്കലും നമ്മൾ K2നെ പ്രൊജക്ട് ചെയ്ത് താഴെ വരുമ്പോൾ അത് K2' പ്രൊജക്ട് ചെയ്ത് താഴെ വന്നു കഴിഞ്ഞാൽ K2 പകരം K3 ആവത്തില്ല, അല്ലെങ്കിൽ K4 ആവത്തില്ല. എപ്പോഴും എന്ത് തന്നെയായിരിക്കും, K2 തന്നെയായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് ഒരു പോയിന്റിനാണ്, ഒരു പർട്ടിക്കുലർ പോയിന്റിന്റെ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ ആണ്. അപ്പൊ ആ പോയിന്റിന് നമ്മൾ എന്ത് പേര് കൊടുക്കുന്നു ആ പേരിന് തന്നെ ആയിരിക്കണം ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ. നമ്മൾ B1 എന്നാക്കുവാണെങ്കിൽ താഴെയും B1 അതിന്റെ തന്നെ ടോപ്പ് വ്യൂ ഉണ്ടാവണം. B1' ടോപ്പ് വ്യൂ B1 ഉണ്ടാവണം. അതുപോലെ തന്നെ B2' ടോപ്പ് വ്യൂ B2 ഉണ്ടാവണം. ക്ലിയർ ആണ്? അപ്പൊ ആ ഒരു കണക്ഷൻ നിങ്ങൾ മനസ്സിലാക്കിയിരുന്നാൽ ഇത് പഠിക്കാൻ എളുപ്പമായിരിക്കും. ഇതിനകത്തുള്ള അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. അതായത് ഇൻക്ലൈൻ ടു HP ആണെങ്കിൽ ഇറ്റ് സിംപ്ലി മീൻസ് പാരലൽ ടു VP. ഇൻക്ലൈൻ ടു HP ആകുമ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ ഫ്രണ്ട് വ്യൂ എന്തായിരിക്കും, ഇൻക്ലൈൻഡ് ആയിരിക്കും അല്ലേ, ഫ്രണ്ട് വ്യൂ ഇൻക്ലൈൻഡ് ആയിരിക്കും ഒന്നാമത്. രണ്ടാമത്തെ കേസ് ഫ്രണ്ട് വ്യൂ തന്നെയായിരിക്കും ട്രൂ ലെങ്ത് ഉണ്ടാവുക. ഫ്രണ്ട് വ്യൂ ഇൻക്ലിനേഷൻ കാണാൻ പറ്റും, ഫ്രണ്ട് വ്യൂല് ട്രൂ ലെങ്തും കാണാൻ പറ്റും. ഓക്കെ, ട്രൂ ലെങ്ത്. അതേസമയം ടോപ്പ് വ്യൂയുടെ കണ്ടീഷൻ എങ്ങനെയായി മാറും, ടോപ്പ് വ്യൂ എപ്പോഴും ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇറ്റ് ഈസ് പാരലൽ ടു XY. ഇത് ഇൻക്ലൈൻ ടു ആരാണ്, XY. അതുപോലെ ടോപ്പ് വ്യൂ പാരലൽ ടു XY, അല്ലെങ്കിൽ എങ്ങനെ പറയാം, ഇറ്റ് ഈസ് സ്ട്രെയിറ്റ് അല്ലേ, സ്ട്രെയിറ്റ് ടു XY ലൈൻ. ക്ലിയർ ആണ്? അപ്പൊ ഇതാണ് ഇതിന്റെ നമുക്ക് കിട്ടിയ അനാലിസിസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഇവിടെ ഫസ്റ്റില് നമ്മൾ കൊടുക്കുന്നതിന്റെ പേര് നമ്മൾ B1 എന്ന് കൊടുക്കുവാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താണ് നമ്മൾ ഇവിടെ വരയ്ക്കുന്നത്. അപ്പോൾ B എന്ന് പറയുന്നത് ഇവിടെയും B, ഇവിടെ B, ഇവിടെ B', ഇവിടെ B', അങ്ങനെ B തന്നെ ഒരു രണ്ടെണ്ണം വെച്ചുണ്ടല്ലേ, B' ഉണ്ട്, B ഉണ്ട്, അത് രണ്ടെണ്ണം വെച്ചുണ്ട്. അപ്പൊ നമുക്കത് റെഡ്യൂസ് ചെയ്യണം. അത് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ കൊടുക്കുന്നതാണ് B1 എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവണം ഏതാണ് ഏതിന്റെ എന്ന് അറിയാൻ പറ്റണം. ഓക്കെ, അപ്പൊ B1' B1 എന്ന്. ഇനി അടുത്തത് ഇവിടുത്തെ അനാലിസിസ് ആണ്. ഓക്കെ, ഇവിടുത്തെ അനാലിസിസ് ഇവിടെ എങ്ങനെയാ വരുന്നത്, ഫസ്റ്റ് കണ്ടീഷൻ എന്തുവാണ്, ഇൻക്ലൈൻ ടു VP, ദാറ്റ് ഇംപ്ലൈസ് പാരലൽ ടു HP. ഇൻക്ലൈൻ ടു VP ആണ് ഫസ്റ്റ് പോയിന്റ്. ഇതിന്റെ ടോപ്പ് വ്യൂല് എന്താ, ടോപ്പ് വ്യൂ ഇൻക്ലൈൻ ടു, ഇത് റിഫ്ലക്ട് ചെയ്തത് ആരാണ്, ടോപ്പ് വ്യൂ ആണ്. ടോപ്പ് വ്യൂ ഇൻക്ലൈൻ ടു XY. അതുപോലെ തന്നെ ടോപ്പ് വ്യൂല് എന്തുണ്ടാണ്, ട്രൂ ലെങ്ത്. ഓക്കെ, ഇനി ഫ്രണ്ട് വ്യൂവിന്റെ കണ്ടീഷൻ എങ്ങനെയാവും, ഫ്രണ്ട് വ്യൂ എപ്പോഴും സ്ട്രെയിറ്റ് ടു അല്ലേ, സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും മേക്ക് ചെയ്യുന്നത് ടു XY. അതുപോലെ തന്നെ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം പാരലൽ ടു XY. ക്ലിയർ ആണോ? ഇനി ഇവിടെ നമ്മൾ B2 കൊടുക്കുമ്പോൾ ഞാനിവിടെ കൊടുക്കുന്നത് B2 എന്നും ആണ്. ഇപ്പൊ B2' P2 ഞാൻ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ്. അതായത് നമ്മൾ എന്ത് പേരാണോ ഡാഷിനുള്ള റെപ്രസെന്റ് അതിന്റെ പ്രൊജക്ടർ എപ്പോഴും അതേ പേര് തന്നെ ആയിരിക്കൂലേ, അത് ഒബ്വിയസ് ആണ്. A ആണെങ്കിൽ ഇവിടെ A തന്നെയാണ്, പക്ഷെ ഡാഷ് വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ ഫ്രണ്ട് വ്യൂ ആണ് ടോപ്പ് വ്യൂ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്, അത്രേ ഉള്ളൂ.
ഞാൻ ഈ ചേഞ്ച് ചെയ്യുന്നതാണ്. ബി ഇവിടെ ചേഞ്ച് ആകുന്നതുകൊണ്ടാണ് ബിക്ക് നമ്മൾ ഡിഫറെന്റ് പേരോട് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എക്ക് കൊടുത്തേനെ. ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കണ്ട് എ ഇവിടെ സെയിം പോയിന്റ് തന്നെയാണ് ഇവിടെയും എടുക്കുന്നത്. പക്ഷെ ബി മാറി. ഇവിടുത്തെ ബി അല്ല ഇത്. ഇവിടുത്തെ ബി അല്ല, ബിയുടെ പൊസിഷനാണ് മാറിയിരിക്കുന്നത്. ഇത് രണ്ടും കൂടെ നമ്മൾ ക്ലബ് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഫിഗർ കിട്ടും. അത് നോക്കാം. വളരെ എളുപ്പമാണ് ഡബിൾ ഇൻക്ലിനേഷൻ പഠിക്കാനായിട്ട്. മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ ടക്കനെ നമുക്ക് അത് വരച്ചെടുക്കാൻ പറ്റും. പക്ഷെ നിങ്ങൾ ഈ സിംഗിൾ കോൺസെപ്റ്റ്, അതാണ് ഞാൻ പറഞ്ഞത്, സിംഗിൾ ഇൻക്ലിനേഷൻ മാത്രമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കത്തില്ല. പക്ഷെ സിംഗിൾ ഇൻക്ലിനേഷൻ നിങ്ങൾക്ക് നല്ലതായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് വരയ്ക്കാൻ വളരെ എളുപ്പമായിരിക്കും. മനസ്സിലായോ? ഓക്കെ, നമുക്ക് അതിലേക്ക് പോകാം. ഇപ്പൊ ഞാൻ ഇപ്പോൾ ക്ലബ് ചെയ്ത ശേഷമുള്ള ഫിഗറാണിത്. അതായത് ഈ സെയിം സാധനം തന്നെ ഞാൻ ഇപ്പുറത്തോട്ട് വെച്ചു. രണ്ടും ഒരുമിച്ച് അങ്ങ് വരച്ചു, കോയിൻസൈഡ് ചെയ്ത് ഒന്നിന്റെ പുറത്തായിട്ട് ഒന്നായിട്ട്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. കാര്യം ഇവിടെ എന്തുകൊണ്ട് ഇത് ഇതിനകത്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ പുറത്ത് ഇതിന്റെ അതേ ലെവലിൽ എന്തുകൊണ്ട് വന്നില്ല? വേറെ ഒന്നുമല്ല, ഇത് 40 ഡിഗ്രി ആണ്, ഇത് 50 ഡിഗ്രി ആണ്. ആംഗിളിൽ ഡിഫറൻസ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ലൈനിന്റെ ഇൻക്ലിനേഷൻ വ്യത്യാസം വരും. ഇൻക്ലിനേഷൻ വ്യത്യാസം വന്നുകൊണ്ടാണ് ഒന്ന് അകത്തും പുറത്തും ഒക്കെ ആയിട്ട് വന്നത്. ഇതിനകത്ത് പറയാനുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതായത് ഇതിൽ തുടങ്ങാം. ഈ ആംഗിൾ, അതായത് ട്രൂ ലെങ്ത് ആണല്ലോ ഇവിടെ നീക്കിയിരുന്നത്. ഇത് ട്രൂ ലെങ്ത് ആണ് അല്ലേ? ഓക്കെ, ഇത് ട്രൂ ലെങ്ത് ആണ്. ഈ ട്രൂ ലെങ്തുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ, ഓക്കെ, ട്രൂ ലെങ്തുമായിട്ട് ഫ്രണ്ട് വ്യൂല് ട്രൂ ലെങ്തുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, ഇവിടെ ഈ 40 ഡിഗ്രി എന്ന് പറയുന്നത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് തീറ്റ ഒന്നാണ്. ഇത് നമ്മൾ അന്ന് പ്രോബ്ലം സോൾവ് ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു തന്നതാണ്. ഓക്കെ, അതായത് ട്രൂ ഇൻക്ലിനേഷൻ ആണിത്. എന്താണ് ട്രൂ ഇൻക്ലിനേഷൻ? ക്ലിയർ ആണോ? ട്രൂ ലെങ്തുമായിട്ട് മേക്ക് ചെയ്യുന്നതാണ് ട്രൂ ഇൻക്ലിനേഷൻ. അത് ഫ്രണ്ട് വ്യൂലാണെങ്കിൽ തീറ്റ കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇനി അത് ടോപ്പ് വ്യൂലാണെങ്കിലോ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് 5. അപ്പൊ 5 ഈസ് ഈക്വൽ ടു ആണ് ഇവിടെ 50 ഡിഗ്രി. ക്ലിയർ ആണോ? ഇത് ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് VP. ഇത് ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് HP. മനസ്സിലായോ? ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് HPയും ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് VPയും. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ എന്താണ് നമ്മളിവിടെ ഞാൻ ഉള്ളതില്ല, ഇതിൽ ഇത്രയും വരച്ചതിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ള എഴുതി വെക്കുവാണ്. അതായത് A', B1' എന്ന് പറയുന്നത് ട്രൂ ലെങ്ത് വിത്ത് ആരാണ്? ട്രൂ ലെങ്ത് വിത്ത് ആരാണിത്? HP. ഓക്കെ, അതേസമയം A', B1 അല്ലല്ലോ, B2. B2 എന്ന് പറയുന്നത് ആരാണ്? ട്രൂ ലെങ്ത് വിത്ത് VP. ഇനി ഇതിന്റെ കൂടെ വരുന്ന തീറ്റ എന്ന് പറയുന്ന ആരാണ്? ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് HP. അതേസമയം 5 ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് VP. ഓക്കെ, അപ്പൊ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഇതിനകത്ത് ലൈനുണ്ട്. A' എന്ന് പറയുന്നത് A' എന്ന് പറയുന്നത് എന്താണ്? എയുടെ പ്രൊജക്ടർ. അതുപോലെ തന്നെ B1 അവിടെയാണ് നമുക്ക് മിസ്റ്റേക്ക്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ B എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കാര്യം ഇതിപ്പം ഫൈനൽ റിസൾട്ട് വന്നിട്ടില്ല. ഇത് ജസ്റ്റ് ട്രൂ ലെങ്ത് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നമുക്ക് വ്യൂ ഇനി ഉണ്ടാക്കണം അല്ലെ? ഇതിൽ ഫ്രണ്ട് വ്യൂ ആയിട്ട് നമ്മൾ എടുക്കുന്ന A', B2' ഫ്രണ്ട് വ്യൂ ആണ്, B1 ഫ്രണ്ട് വ്യൂ ആണ്, അല്ല ടോപ്പ് വ്യൂ ആണ്. പക്ഷെ അതിന് ഇൻക്ലിനേഷൻ വന്നിട്ടില്ല. അതായത് അപ്പാരന്റ് ഇൻക്ലിനേഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇത് ഇൻക്ലൈൻഡ് ലൈൻ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടിടത്തും ഇൻക്ലിനേഷൻ നമുക്ക് കണ്ടുപിടിക്കണം. ഇൻക്ലിനേഷൻ വിത്ത് ദ ഫ്രണ്ട് വ്യൂ ആൻഡ് ഇൻക്ലിനേഷൻ വിത്ത് ദ ടോപ്പ് വ്യൂ. അപ്പൊ നമ്മൾ ഇവിടെ നമ്മുടെ കയ്യിൽ ഉള്ളത് ഇൻക്ലിനേഷൻ വിത്ത് HPയും VPയും ആണ്. നമുക്കിനി ഇൻക്ലിനേഷൻ വിത്ത് ഫ്രണ്ട് വ്യൂവും ഇൻക്ലിനേഷൻ വിത്ത് ടോപ്പ് വ്യൂവും നമുക്ക് ആവശ്യമാണ്. അതിനെ നമ്മൾ അല്ലാതെ പറയുന്നതാണ് അപ്പാരന്റ് ആംഗിൾ എന്ന് പറയും. അപ്പൊ നമുക്കിനി 2 അപ്പാരന്റ് ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ളതാണ് അടുത്ത സ്റ്റെപ്പിലോട്ട് പോകുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 2 ഫിഗർ ക്ലബ് ചെയ്ത് വെച്ചു, അത്രേ ഉള്ളൂ. 2 ഫിഗർ കൂടെ കോയിൻസൈഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇനി ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട 2-3 സ്റ്റെപ്പോടുകൂടി ഈ ഫിഗർ അങ്ങ് കംപ്ലീറ്റ് ആവും. അപ്പൊ കുറച്ച് ക്ലാരിറ്റിക്ക് ആയിട്ട് ഞാൻ പറയാം. നമ്മൾ ഏതെങ്കിലും ഒരു പോയിന്റ് ഫസ്റ്റ് വരച്ചു കഴിഞ്ഞാൽ ഡബിൾ ഇൻക്ലിനേഷന്റെ കോൺസെപ്റ്റില്
നമ്മൾ ഏത് പോയിന്റിനെയാണോ നമ്മൾ ആദ്യം വരയ്ക്കുന്നത് ആ പോയിന്റിന് ഒരു ലോക്കസ് വരച്ചിട്ടിരിക്കണം. അത് എന്തിനാണെന്ന് പറയാൻ പറ്റത്തില്ല, എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം വരും. അതായത് ആ ലൈൻ കംപ്ലീറ്റ് വരച്ച് തീരുന്നതിന് മുമ്പായിട്ട് നമുക്കത് യൂസ് വരും. അപ്പം ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്ത സമയത്ത് ഒരു ക്വസ്റ്റ്യനിൽ 1-2 ക്വസ്റ്റ്യൻസിൽ ഞാൻ അത് പറഞ്ഞു തന്നിട്ടുണ്ട്. അതായത് നമുക്ക് ലോക്കസ് വരച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത് കട്ട് ചെയ്യാനുള്ള പർപ്പസ് മൈൻഡിൽ പെട്ടെന്ന് വരും. അതല്ലെങ്കിൽ നമ്മൾ പിന്നെ ആ സമയത്തിരുന്ന് ആലോചിക്കും, ഇത് എവിടെയാ കട്ട് ചെയ്യേണ്ടതെന്ന് ആലോചിച്ച് കുറച്ച് സമയം അവിടെ പോകും. ആ സമയം സ്പെയർ ആണെങ്കിൽ ഫസ്റ്റിലെ നമുക്ക് ഏത് പോയിന്റ് കിട്ടിയാലും നമ്മൾ ലോക്കസ് അങ്ങ് വരച്ചിടുക. ചിലപ്പോൾ ആവശ്യം ഉണ്ടാവും, ചിലപ്പോൾ ആവശ്യമില്ലായിരിക്കും, പ്രശ്നമില്ല. പക്ഷെ കൺഫ്യൂഷൻ അടിച്ച സമയം അവിടെ പോകത്തില്ല. എക്സാം ഹോളിൽ കയറുമ്പോൾ നമുക്ക് മൈൻഡ് സെറ്റ് എല്ലാം മാറും, ടെൻഷനാവും. ആ സമയത്ത് നമുക്ക് ഇതൊന്നും ഓർമ്മ വരത്തില്ല. അതുകൊണ്ട് ഫസ്റ്റിലെ എന്ത് ചെയ്യുക, വരച്ചങ്ങ് പോവുക. ഓക്കെ, ഇവിടെ എയുടെ കൂടെ ഉള്ള ഈ ലോക്കസ്, ഈ ലോക്കസിനെ നമുക്ക് എന്ത് പറയാം, ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരയ്ക്കാനുള്ളതാണ്. ഇങ്ങനെ വരച്ചിട്ട് ലോക്കസ് ഓഫ് B1 അല്ലെങ്കിൽ എ, അതായത് എയും B1ഉം ഒക്കെ ഒരു ലൈനിൽ തന്നെ ആയിരിക്കും. ഇപ്പൊ ഇത് കാണാതെ പഠിക്കണം, ഈ ഫിഗർ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യാൻ വേണം കേട്ടോ. ഇതാണ് നിങ്ങളുടെ ഷോർട്ട് കട്ട്. ഡബിൾ ഇംഗ്ലീഷ് വരയ്ക്കാനുള്ള ഒരു മാസ്റ്റർ ഡയഗ്രാം ആണ്, ഷോർട്ട് കട്ട് ഡയഗ്രാം ആണ്. ഇത് നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. അപ്പൊ നിങ്ങൾ എളുപ്പത്തിന് പഠിക്കാൻ വേണ്ടി ഞാൻ ഇത് ഇത്രയും നല്ല ഡീപ്പായിട്ട് പറഞ്ഞു തരുന്നത്. ഇപ്പോഴേ അങ്ങ് പഠിച്ചു പോവുക. ഓക്കെ, പിന്നെ ഏതുണ്ട്, ഇതാണെങ്കിലോ ഈ ഒരു ലോക്കസ്, ഇതിങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഈ ലോക്കസ് എന്താണ്, ലോക്കസ് ഓഫ് B2. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്നുണ്ട് ഒരാള്, അതിനകത്ത് എഴുതാം കേട്ടോ. അത് വരുമ്പോ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ഇനി ഇവിടെ ഇപ്പൊ തൽക്കാലം ഉള്ളത് ആരൊക്കെയാന്ന് വെച്ചാൽ അങ്ങനെ ലൈറ്റ് ആണ് കേട്ടോ. ഇതൊക്കെ ലൈറ്റ് ആയിട്ടാണ് വരയ്ക്കേണ്ടത്. ഇതെല്ലാം കൺസ്ട്രക്ഷൻ ലൈൻസ് ആണ്. ലോക്കസ് ഓഫ് B2 ഡാഷ്, പിന്നെ ആരുണ്ട് ആ ലൈനിൽ A' ഉണ്ട് അല്ലേ, A'. അപ്പൊ എപ്പോഴും B2 ഡാഷും A' ഒരു ലൈനിൽ തന്നെ വരണം എന്നുള്ളതാണ്. ഓക്കെ, അതുപോലെ തന്നെ എപ്പോഴും ലോക്കസ് ഓഫ് B1ഉം Aയും ഒറ്റ ലൈനിൽ തന്നെ വരണം, ഒരു സിംഗിൾ ലൈൻ, സ്ട്രെയിറ്റ് ലൈൻ പാരലൽ ടു XY. എന്നാൽ അത് മുകളിലോ താഴെയോ ആവാം, അത് ഡിപ്പെൻഡിങ് ഓൺ ദ ക്വാഡ്രന്റ് ആണ്. ഫസ്റ്റ് ക്വാഡ്രന്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരച്ചത്. സെക്കൻഡ് ആകുമ്പോൾ ഇതെല്ലാം മുകളിലോട്ട് വരും, തേർഡ് ആകുമ്പോൾ അപ്സൈഡ് ഡൗൺ ആവും, ഫോർത്ത് ആകുമ്പോൾ എല്ലാം താഴെയും. അപ്പൊ അത് ക്വാഡ്രന്റ് ഡിപ്പെൻഡ് ചെയ്തായിരിക്കും വരുന്നത്. പക്ഷെ ലോക്കസ് എപ്പോഴും അവരവരുടെ ലൈനിൽ ഏതൊക്കെയാ ഉള്ളതെന്നുള്ളത് നമ്മൾ ഉറപ്പിച്ചു വെക്കണം കേട്ടോ. ഇവിടെ ലോക്കസ് ഓഫ് B1 ഡാഷ് ആണ് ഇവിടെ ഉള്ളത്. ഇനി ഒരു പോയിന്റ് കൂടെ ഉണ്ട്, അത് നമുക്ക് വരയ്ക്കുമ്പോൾ മനസ്സിലാവും. ഇനി ഇപ്പൊ ഇത്രയും ലോക്കസ് വരച്ചിട്ടിരിക്കുന്നത് എന്താണെന്ന് അറിയാമോ? ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ഈ ലോക്കസ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെപ്പാണ്. നമുക്ക് അപ്പാരന്റ് ആംഗിൾ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പാരന്റ് ആംഗിൾ കണ്ടുപിടിക്കാൻ നമുക്ക് വേണ്ട ഇവിടെ AB1 ഉണ്ട്. ഓക്കെ, AB1 എന്ന് പറയുന്നത് എന്താണ് നമുക്കറിയാം, അത് ടോപ്പ് വ്യൂ ആണ് അല്ലെ. ഏതിന്റെ ടോപ്പ് വ്യൂ ആണ് AB1 എന്ന് പറയുന്നത്? ഈ ട്രൂ ലെങ്തിന്റെ, അതായത് HPക്ക് ഇൻക്ലിനേഷൻ വന്നപ്പോൾ അതിന് എന്താണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടോപ്പ് വ്യൂ ആണ് AB1 എന്ന് പറയുന്നത്. അപ്പൊ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു അപ്പാരന്റ് ആംഗിൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ലോക്കസ് വരച്ചിരിക്കുന്നത്. ഇവിടെ കോമ്പസ് വെച്ച് ഇതിനെ നമ്മൾ B2ന്റെ ലോക്കസിലേക്കാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. B2ന്റെ ലോക്കസിലേക്ക് കട്ട് ചെയ്ത് ഇവിടെ കിട്ടുന്ന ഈ പോയിന്റ് ആണ് നമ്മുടെ B, ഫൈനൽ ടോപ്പ് വ്യൂ. ക്ലിയർ ആണോ? അപ്പൊ ഇതും ഇനി AB ആയിട്ട് ജോയിൻ ചെയ്ത് കിട്ടിയ ഈ ലൈനും എന്താണ്, സിമിലർ ആണ് അല്ലേ. ഇത് രണ്ടും സെയിം ആണ്. ഓക്കെ, ദാറ്റ് ഈസ് AB1. ഇവിടെ എഴുതിയിട്ടില്ല, ഓക്കെ ഇവിടെ എഴുതാം. AB1 is equal to AB, that is top view. പക്ഷെ ഒരു ഡിഫറൻസ് എന്ത് മാത്രമേ ഉള്ളൂ, ഇവിടെ ഇപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഒരു ആംഗിൾ കിട്ടി. ക്ലിയർ ആണോ? ആ ആംഗിൾ ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ബീറ്റ. ആ ആംഗിൾ റെപ്രസെന്റ് ചെയ്യുന്നത് ബീറ്റ. ക്ലിയർ ആണോ? ഇത് അപ്പാരന്റ് ആംഗിൾ വിത്ത് ടോപ്പ് വ്യൂ, അല്ലെങ്കിൽ നമുക്ക് വിത്ത് VP. ക്ലിയർ ആണോ? ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഈ B1 റൊട്ടേറ്റ് ചെയ്ത് Bയിലോട്ട് കട്ട് ചെയ്ത്, അപ്പൊ B2ലേക്ക്. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം ലോക്കസ് ഏതാണ്. ലോക്കസ് ഓഫ് B2 മാത്രമേ B1 കറക്കി കട്ട് ചെയ്യാൻ പാടുള്ളൂ. വേറൊരിടത്തും അത് കറക്കി കട്ട് ചെയ്യാൻ പറ്റും. ഇവിടുന്ന് കോമ്പസ് വെച്ച് ഇവിടുന്ന് അങ്ങോട്ട് കട്ട് ചെയ്യാലോ,
XY ലൈനിൽ വെറുതെ ചുമ്മാ കട്ട് ചെയ്യാമല്ലോ. പക്ഷെ അങ്ങനെ കട്ട് ചെയ്യാൻ പാടില്ല. നേരെ B2ന്റെ ലോക്കസിൽ വേണം കട്ട് ചെയ്യാൻ. അപ്പോഴാണ് നമുക്ക് കിട്ടുന്നത് ഒറിജിനൽ ടോപ്പ് വ്യൂ വിത്ത് അപ്പാരന്റ് ആംഗിൾ. നമുക്ക് വിത്ത് അപ്പാരന്റ് ആംഗിൾ ആണ് ഇനി പ്രാധാന്യം. കാരണം എന്ന് വെച്ചാൽ ഡബിൾ ഇൻക്ലിനേഷൻ ആണ്. നമുക്ക് ഡബിൾ ഇൻക്ലിനേഷൻ വന്നു കഴിഞ്ഞാൽ രണ്ടിന്റെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ആംഗിൾ നമുക്ക് വേണം. അതായത് അപ്പാരന്റ് വ്യൂസ് വേണം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അപ്പാരന്റ് ആംഗിളും വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് വരച്ചത്. ക്ലിയർ ആണോ? ഓക്കെ, തീർന്നിട്ടില്ല. ഇതുപോലെ തന്നെ ഇനി എന്ത് വരും? ഫ്രണ്ട് വ്യൂവിലും നമുക്ക് വരയ്ക്കേണ്ടത്. ഇതിപ്പോ ടോപ്പ് വ്യൂല് മാത്രമായി. ഫ്രണ്ട് വ്യൂല് എന്ത് ചെയ്തു? ഈ B2 B2' അല്ലേ ഇവിടുത്തെ ഫ്രണ്ട് വ്യൂ. ഈ ഒരു പിക്ചറിന്റെ, അതായത് വിത്ത് VP, ഇൻക്ലിനേഷൻ വിത്ത് VPയിൽ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് A', B2'. അതെന്ത് ചെയ്യണം? സിമിലർ ടു B2' ലോക്കസ് ഓഫ് B1' കറക്കി കട്ട് ചെയ്യണം. ക്ലിയർ ആണോ? കറക്കി കട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ കിട്ടുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ സ്മോൾ B' എന്ന് പറയുന്നത്. അതായത് ഫൈനൽ B', ഫൈനൽ ഫ്രണ്ട് വ്യൂ. ഓക്കെ, ഞാൻ ജോയിൻ ചെയ്യാം. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഈ ആംഗിളും അല്ല, ഈ ലൈനും സിമിലർ ആയിരിക്കും. അപ്പൊ ദാറ്റ് ഈസ് A', B' is equal to A', B2'. ക്ലിയർ ആണോ? A', B2'. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫൈനൽ ഫ്രണ്ട് വ്യൂ വിത്ത് അപ്പാരന്റ് ആംഗിൾ. അപ്പാരന്റ് ആംഗിൾ ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ആൽഫ ഉപയോഗിച്ചാണ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്ലിയർ ആണോ എന്ന് പറയുന്നത് നമ്മൾ ഇതിനെ വെരിഫൈ ചെയ്യണം എന്നുള്ളതാണ്. വെരിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ വെരിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണോ അല്ലയോ എന്നുള്ളത് അതും കൂടെ വരച്ചാലേ ഇത് കംപ്ലീറ്റ് ഫിഗർ ആകത്തുള്ളൂ. അതായത് മുകളിൽ വരച്ച ഈ B' ഈ Bയും XY ലൈനിന് പെർപെൻഡിക്കുലർ ആയിരിക്കണം. ഒരു കണ്ടീഷൻ പെർപെൻഡിക്കുലർ ആയിരിക്കണം. അതുപോലെ തന്നെ A'ക്ക് അത് പാരലലും ആയിരിക്കണം. നോക്കിക്കേ, കണ്ടോ? ഈ രണ്ട് ലൈൻസ്, ഈ ലൈനും ഈ രണ്ട് ലൈനും എന്തായിരിക്കണം? പാരലൽ ആയിരിക്കണം. കാര്യം എന്താണ്? ഇത് എൻഡ് പ്രൊജക്ടേഴ്സ് ആണ്. ക്ലിയർ ആണോ? എയുടെ പ്രൊജക്ടർ ആണ്, A'-ന്റെ പ്രൊജക്ടർ ആണ് എയും, അതുപോലെ തന്നെ B' നിന്നുള്ള പ്രൊജക്ടർ ബിയും അല്ലെ. A' ഒരു പോയിന്റിന്റെ പ്രൊജക്ടർ അല്ലേ, അതുപോലെ തന്നെ ബിയുടെ പ്രൊജക്ടർ ആണ് B'B. നമുക്കറിയാം, അത് ഇൻലൈൻഡ് ആയതാണ് നമ്മൾ ഇതെല്ലാം വരച്ചതും. ഓക്കെ, അപ്പൊ ഇത് ഇങ്ങനെ കിട്ടണം. അവസാനം ഇത് ചെന്ന പോയിന്റ് മീറ്റ് ചെയ്യുന്നത് രണ്ടും ഒരേ ലൈനിൽ തന്നെ ആയിരിക്കണം. ഇതെല്ലാം എന്തുവാണ്? നമ്മുടെ ഷോർട്ട് കട്ട് മെത്തേഡിൽ ഈസി ആയിട്ട് കാണുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് നമുക്ക് ഒരു പോയിന്റ് കൂടെ എഴുതാലോ. എന്താണ്? A' is parallel to B'B. That is end projectors. എൻഡ് പ്രൊജക്ടേഴ്സ് ആണ് അല്ലേ. ഇപ്പം തന്നിരിക്കും ചിലപ്പോൾ ക്വസ്റ്റനിൽ തരുന്നത് ഈ എൻഡ് പ്രൊജക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആയിരിക്കും തരിക. എന്നിട്ട് അത് വരച്ചിട്ട് ബാക്കി എല്ലാം ചെയ്യാൻ പറയും. അപ്പോൾ റിവേഴ്സ് ആയിട്ട് ചെയ്യണം. ഇപ്പൊ നമ്മൾ ചെയ്തതിന്റെ റിവേഴ്സ് ചെയ്യണം, അത്രേ ഉള്ളൂ. അത് നിങ്ങൾ പോകെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ നിങ്ങൾ അത് ആലോചിച്ച് കൺഫ്യൂഷൻ അടിക്കേണ്ട. ഈ മാസ്റ്റർ ഡയഗ്രാം എങ്ങനെ വരച്ചു എന്നുള്ളതിന് ഒരു എന്താണ് കംപ്ലീറ്റ് പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ഈ പിക്ചർ അനാലിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇതിനകത്തുള്ള പ്രത്യേകതകൾ. എപ്പോഴും ട്രൂ ലെങ്ത് എന്ന് പറയുന്നത്, അതായത് ട്രൂ ലെങ്ത് എന്ന് പറയുന്നത് ഈ വ്യൂവിനേക്കാളും വലുതായിരിക്കും. അല്ലെങ്കിൽ നമുക്ക് തിരിച്ചു പറയാം, ട്രൂ ലെങ്തിനേക്കാളും ചെറുതായിരിക്കും ഈ വ്യൂ എന്ന് പറയുന്നത്, അതിന്റെ കറസ്പോണ്ടിങ് വ്യൂ. അതുപോലെ തന്നെ ഇവിടെ ഈ ട്രൂ ലെങ്തിനേക്കാളും ചെറുതായിരിക്കും കറസ്പോണ്ടിങ് വ്യൂ. അപ്പൊ ഇവിടെ എടുക്കുമ്പോൾ നോക്കിക്കേ, ഈ A' B1'നേക്കാളും കുറവാണ് A', B'. വ്യൂസ് എപ്പോഴും ചെറുതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ കണ്ടോ, അവരവരുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വ്യൂസ് എപ്പോഴും ചെറുതായിരിക്കും. ട്രൂ ലെങ്ത് വലുതുമായിരിക്കും. എന്നാൽ അതിന്റെ ആംഗിൾ എങ്ങനെ വരും? ഇവിടെ 50 ഡിഗ്രി ആണെങ്കിൽ ഇത് 50 ഡിഗ്രി ആണോ? ഈ ലാസ്റ്റ് എടുത്തിരിക്കുന്ന ഈ അപ്പാരന്റ് ആംഗിൾ 50 ആണോ? അല്ല, അത് അതിനേക്കാളും വലുതാണ്. അപ്പൊ അപ്പാരന്റ് ആംഗിൾ എപ്പോഴും കൂടുകയും ലെങ്ത് എപ്പോഴും കുറയുകയും ചെയ്യും. ക്ലിയർ ആണോ? ട്രൂ ലെങ്തിനേക്കാളും അപ്പാരന്റ് ആംഗിൾ കൂടുകയും ഇവിടെ ലെങ്ത് കുറയുകയും ചെയ്യും. ഇവിടെ അത് തന്നെ. ട്രൂ ലെങ്തിന് 40 ആണെങ്കിൽ അതിനേക്കാളും വലുതായിരിക്കും അത് കറസ്പോണ്ട് ചെയ്ത് വരുന്ന വ്യൂവിനുമായിട്ട് ചെയ്തു വരുന്ന ലെങ്ത്, ആംഗിൾ, അപ്പാരന്റ് ആംഗിൾ. ഓക്കെ, ദാറ്റ് ഈസ് ആൽഫ ഈസ് ഓൾവേസ് ഗ്രേറ്റർ ദാൻ തീറ്റ. Similarly, beta
is always greater than 5. ഓക്കെ, ലെങ്ത് വൈസ് നോക്കുമ്പോൾ റിവേഴ്സും. ക്ലിയർ ആണോ? അപ്പൊ ഇതിനകത്ത് ഇനി ഇവിടെ എന്താണ് ലോക്കസ് ഓഫ് B1' എന്തുവായിരുന്നത്? B'. അപ്പൊ ലോക്കസ് ഓഫ് B1' കൂടെ ആരുണ്ടാവണം? എപ്പോഴും B' ഉണ്ടാവണം. അതുപോലെ ലോക്കസ് ഓഫ് B2 കൂടെ ആരുണ്ടാവണം? B ഉണ്ടാവണം. ഇതാണ് നമുക്ക് ഞാൻ എഴുതാൻ വേണ്ടിയിട്ടിരിക്കുന്ന, ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഇത് നിങ്ങൾ കണ്ടിട്ട് ലാഡായിട്ട് ഫീൽ ചെയ്യേണ്ട. എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കിലോട്ട് പോവുക, റിവൈൻഡ് അടിച്ച് ഈ പോർഷൻസ് എല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്, നിങ്ങൾ പ്രീവിയസ് എപ്പിസോഡ്സ് കണ്ട് ക്ലിയർ ആവണം. ഓക്കെ, ഇതിൽ എന്താണ് ഈ ഫിഗർ വരച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ട് ഞാൻ B1' എന്ന് കൊടുത്തു എന്നുള്ളത് കാര്യം മനസ്സിലാവും. അതുപോലെ തന്നെ B2 B2' എന്നിന് കൊടുത്തു. ഇത് രണ്ടും കൂടെ ക്ലബ് ചെയ്താണ് നമ്മളിവിടെ വരച്ചിരിക്കുന്നത്. ബാക്കി ഒന്നും ചെയ്തിട്ടില്ല. B2' ലോക്കസ് ഓഫ് B1' കറക്കി കട്ട് ചെയ്തു. അതുപോലെ തന്നെ B1 ലോക്കസ് ഓഫ് B2 കറക്കി കട്ട് ചെയ്തു. ഫിനിഷ്, തീർന്നു, പരിപാടി കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യുക, ബാക്കി ജോയിനിങ്ങേ ഉള്ളൂ. എന്ന് Dയിലോട്ടൊരു ജോയിനിങ്, A' B' ഒരു ജോയിനിങ്. പിന്നെ അതിന്റെ ആംഗിൾ കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്റ് ചെയ്ത് സൈഡിൽ എഴുതി വെക്കണം. ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണമല്ലോ, ഡേറ്റ കൊടുക്കണമല്ലോ, എക്സാമിന് കാൽക്കുലേറ്റ് ചെയ്യാൻ അവർ പറയാം. അപ്പൊ അതുകൊണ്ട് ഒരു ബോക്സ് വരച്ച് അതിനകത്ത് ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ അതിനകത്ത് മാർക്ക് ചെയ്യണം. അതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഇത് കാണാതെ പഠിച്ചിരിക്കണം. ഈ ഫിഗർ ഒരു മസ്റ്റായിട്ട് പഠിച്ചിരിക്കേണ്ട ഫിഗറാണ്. ക്ലിയർ ആണോ? ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളൂടെ ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പൊ ഈ ലൈൻ ഇങ്ങനെ ഇരിക്കുവാണേ. ഓക്കെ, ലൈൻ ഇരിക്കുക. ലൈനിന്റെ പൊസിഷൻ, ലൈനിന്റെ പൊസിഷൻ ഞാൻ ശ്രദ്ധിച്ചേ, ഇങ്ങനെയല്ലായിരുന്നോ ഇതിരുന്നത്? ഇങ്ങനെ ഒരു ലൈൻ ഇരിക്കുകയാണല്ലോ. അപ്പൊ ഈ ലൈനിന്റെ പൊസിഷൻ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങനെ മാറ്റി വെച്ചു. അതേ സെയിം സംഭവം തന്നെ ഫ്രം VP ഫ്രം HP എന്നുള്ള ഡിസ്റ്റൻസ് മാത്രം ഞാൻ മാറ്റുവാണ്. ഓക്കെ, ലൈനെ ഞാൻ തിരിച്ചൊന്നുമില്ല, ഞാൻ അതേപോലെ തന്നെ മാറ്റുന്നതേ ഉള്ളൂ. ലൈൻ ഇങ്ങനെ മാറ്റി. ഈ ലൈനിന്റെ ലെങ്ത് കുറയോ? ഇല്ല. അതായത് നമ്മളിപ്പോൾ ഈ ഫ്രണ്ട് വ്യൂവിൽ നിന്നും അല്ലെങ്കിൽ VPയിൽ നിന്നും അല്ലെങ്കിൽ HPയിൽ നിന്നും നമ്മൾ ഡിസ്റ്റൻസ് കുറച്ച് മാറ്റി എന്ന് പറഞ്ഞ് നമുക്ക് ഈ ട്രൂ ലെങ്തിന്റെ ലെങ്ത് കുറയത്തില്ല. അതുപോലെ തന്നെ ഈ ട്രൂ ലെങ്തിന്റെ ടോപ്പ് വ്യൂ മാറത്തില്ല. എപ്പോഴും എന്തേ മാറത്തുള്ളൂ, അവരെവിടെ നിന്ന് വന്നു എന്നുള്ള ആ പൊസിഷനാണ് മാറുന്നത്, അല്ലേ? ഈ ബിയുടെ പൊസിഷൻ അല്ല, നമ്മൾ A ആയിരുന്നല്ലോ, Aയുടെ പൊസിഷൻ എവിടെ? VPയിൽ നിന്ന് എത്ര ആയിരുന്നു അല്ലെങ്കിൽ HP എത്ര ആയിരുന്നു എന്നുള്ള ആ ഡിസ്റ്റൻസ് ആണ് മാറുന്നത്. അതുപോലെ തന്നെയാണ് Bക്കും, അല്ലേ? HPയിൽ നിന്ന് എത്രയാണ് അല്ലെങ്കിൽ VPയിൽ നിന്ന് എത്രയാണ് എന്നുള്ള ആ ഡിസ്റ്റൻസ് മാത്രമേ മാറത്തുള്ളൂ. അല്ലാതെ ഈ ലൈനിന്റെ ലെങ്ത് മാറത്തില്ല. ലൈനിന്റെ ലെങ്ത് എപ്പോഴും സിമിലർ. ക്വസ്റ്റ്യൻ എടുക്കുവാണെങ്കിൽ ഈ ലൈനിന്റെ ലെങ്ത് മാറുന്നില്ല. അപ്പൊ അങ്ങനെ മാറാത്തിടത്തോളം കാര്യം നമുക്ക് കുറേ വഴികളുണ്ട് ഈ ഇത് വരയ്ക്കാനായിട്ട്. ഇതില് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പൊ ലൈനിന്റെ ലെങ്ത് മാറുന്നില്ല. ലൈനിന്റെ ലെങ്ത് മാറാത്തിടത്തോളം കാര്യം ഈ ഫിഗർ നമുക്ക് എപ്പോഴായാലും കിട്ടും. പക്ഷെ ലോക്കസ് ചിലപ്പോൾ വ്യത്യാസം വരുമായിരിക്കാം. ഓക്കെ, നോക്ക്, അതായത് ഇങ്ങനെ മുകളിലോട്ട്, അതായത് ഞാനിത് എക്സ്റ്റെൻഡ് ചെയ്തു. ഈ ലൈനിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്താലും ഈ ലൈൻ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്താലും ഇത് ചെന്ന് മീറ്റ് ചെയ്യുന്നത് ഒരേ ആംഗിൾ തന്നെ ആയിരിക്കും, അല്ലേ? ഇത് XY ആയിട്ട് മീറ്റ് ചെയ്യുന്ന ആംഗിളും അതുപോലെ തന്നെ ഇത് മീറ്റ് ചെയ്യുന്ന ആംഗിളും സിമിലർ ആയിരിക്കത്തില്ലേ? ഇത് 40 ഡിഗ്രി തന്നെയായിരിക്കും, ഇവിടെയും 40 ഡിഗ്രി തന്നെയാണ്. ഇത് ആൽഫ ആയിരിക്കും, ഇവിടെ അത് ആൽഫ തന്നെയാണ്. ഓക്കെ, അതായത് നമ്മളിപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്താലും ലോക്കസ് B1ന്റെ ലോക്കസ് നമ്മൾ അങ്ങോട്ട് കുറച്ച് മാറ്റി മുകളിലോട്ട് വരയ്ക്കുവാണെങ്കിൽ പോലും നമുക്ക് സിമിലർ ആൻസർ തന്നെയാണ് കിട്ടുന്നത്. ഇതെന്തിനാ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ചില ക്വസ്റ്റ്യൻസ് വരും, അപ്പൊ നമ്മൾ അസംഷൻ കുറച്ച് കൊടുക്കേണ്ടി വരും, അസംഷൻസ് ഇടേണ്ടി വരും. അസംഷൻസ് ഇടുന്ന ഒന്നുമല്ല, അതായത് ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. എന്നിട്ട് നമ്മൾ ഫൈനൽ റിസൾട്ടിലേക്ക് കൊണ്ടുവരുന്ന കേസസ് ഉണ്ട്. അപ്പൊ ജസ്റ്റ് ഇപ്പൊ ഞാൻ പറഞ്ഞത് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ അതുകൂടെ ഒന്ന് മൈൻഡിൽ ഇരിക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, എക്സ്റ്റെൻഡ് ചെയ്താലും നമുക്ക് എന്ത് ഡിഫറൻസ് വരുന്നില്ല, ഒരു ഡിഫറൻസും വരുന്നില്ല. പക്ഷെ ട്രൂ ലെങ്ത് താണ്ടെ ഇപ്പൊ ഇത്രേ ഉള്ളൂ, ഇതാണ് ട്രൂ ലെങ്ത്. അപ്പൊ ഇവിടെ ചെല്ലുമ്പോ എന്താ, ഇവിടെയാവും ട്രൂ ലെങ്ത്. അതാണ് അതിന്റെ ഡിഫറൻസ്. മനസ്സിലായോ? വേറെ ഡിഫറൻസ് ഒന്നും അതിനകത്ത് വരാനില്ല. അപ്പൊ ട്രൂ ലെങ്ത് നമുക്ക് ഇവിടെ കിട്ടും ഇങ്ങനെ. ക്ലിയർ ആണോ? അപ്പൊ ഞാൻ ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ, ഇനി അസംഷൻസ് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു ഇൻട്രോ ആണ് ഞങ്ങൾക്ക് തന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതുവരെ പഠിപ്പിച്ചതെല്ലാം
മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ബാക്കിലോട്ട് ഒന്ന് നോക്കുക, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആക്കുക. 2-3 പ്രാവശ്യം ബുക്കിൽ വരച്ച് ശ്രമിക്കുക. നമ്മുടെ നോട്ട്ബുക്ക് വെച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ഗ്രാഫിക്സിന്, ആ നോട്ട്ബുക്കിനകത്ത് ഇത് 3-4 പേജ് നിങ്ങൾ ചിലവാക്കിയാലും കുഴപ്പമില്ല. ഇതിന് വേണ്ടി മാത്രം, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ, ഈ ഒരു പോർഷൻ മനസ്സിലാക്കാൻ വേണ്ടി 1-2-3 പേജ് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഓരോ പേജിൽ ഓരോ പ്രാവശ്യം വരച്ച് വരച്ച് പ്രാക്ടീസ് ചെയ്യുക. 4ാമത്തെ തവണ പ്രാക്ടീസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്ക് കാര്യം ക്ലിയർ ആവും. പിന്നെ നിങ്ങൾക്ക് സംശയമേ വരത്തില്ല ഇതിനകത്ത്. ഓക്കെ, അപ്പം ഇത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം. നിങ്ങൾ വരച്ച് പ്രാക്ടീസ് ചെയ്തിട്ട് മനസ്സിലായില്ല എങ്കിൽ ഇമെയിൽ ചെയ്യാം 2020@gmail.com. അതല്ല എങ്കിൽ കമന്റ് ബോക്സിൽ ഇട്ടാലും മതി. പ്രൈവറ്റ് ആയിരിക്കും, മെസ്സേജ് ഒന്നും ആരും കാണത്തില്ല. സോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും മെസ്സേജ് ചെയ്യാം. എന്ത് ഡൗട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. എല്ലാം ഞാൻ ക്ലിയർ ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പം ടഫ് പോർഷൻ ആണെന്ന് വിചാരിച്ച് ബാക്കിലോട്ട് മൂവ് ചെയ്യേണ്ട. ടഫ് പോർഷനേ അല്ല ഇത്. മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ടാണ് 20 മാർക്സ് നമുക്ക് സ്കോർ ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് അടുത്ത സെഷൻ കാണുന്നത് വരേക്കും എല്ലാവർക്കും മാസലാമ.